ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികൻ രാജുവിൻ്റെ പിണക്കം എല്ലാവരുടെയും മുമ്പിലൊന്ന് എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അംബിക ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഇവളീ വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങളൊന്ന് കൊഴുപ്പിക്കായിരുന്നു. ഋതികയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ പറയുക, അച്ഛനോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ, പറയണം, എല്ലാം തുറന്ന് പറയണം. ഋതിക അങ്ങനെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ പ്രതാപൻ പറയുക, ചേച്ചി അന്നൊരിക്കൽ ഞാൻ ക്ഷീണമാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, അതിന്റെ സത്യം ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചതാ. അയ്യോ എന്താ പ്രതാപ എന്നിങ്ങനെ അംബിക ചോദിക്കുക. എനിക്ക് ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, ഒരു ചെറിയ തലക്കറക്കം. അയ്യോ എന്നിട്ട് പ്രതാപ? അപ്പോൾ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിരുന്നു. അയ്യോ പ്രതാപേട്ട, ഡോക്ടർ എന്ത് പറഞ്ഞു എന്നിങ്ങനെ യാമിനി ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുക, തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പിന്നെ ബ്ലഡ് സാമ്പിളും എടുത്തു. അതാ പ്രതാപ, ഞാൻ നിന്നെ കണ്ടപ്പോഴേ പറഞ്ഞില്ലേ നിനക്കൊരു ക്ഷീണമുണ്ടെന്ന്. എൻ്റെ കൂടപ്പിറപ്പുകൾക്കാണെങ്കിൽ ഒരു ചെറിയ ടെമ്പറേച്ചർ വന്നാൽ മതി, അപ്പോൾ തന്നെ എൻ്റെ ചങ്കിടറും. അംബികയുടെ കപട സ്നേഹമാണെന്ന് മനസ്സിലാക്കാതെ പ്രതാപൻ പറയുക, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഋതിക മനസ്സിൽ പറയുക, പാവം അച്ഛന് സുഖമില്ലാതിരിക്കുക, ഇപ്പോൾ മനസ്സിന് വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പറയണ്ട. രാജുവാണെങ്കിൽ ഇങ്ങനെ ആഹാരം കഴിക്കാതെ നോക്കിയിരിക്കുക. അത് കണ്ടോണ്ട് യാമിനി ചോദിക്കുന്നു, രാജു എന്താ ഭക്ഷണം കഴിക്കാത്തത്, ഭക്ഷണം കഴിക്കേ. അങ്ങനെ രാജു ഋതികയെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുവാണ്. അംബികയാണെങ്കിൽ രാജുവിനെ ഋതിക ഇങ്ങനെ മാറി മാറി ശ്രദ്ധിക്കുവാണ്. കൊച്ചമ്മണിയാണെങ്കിൽ ഇപ്പോഴും ആ കട്ടിലിനടിയിൽ തന്നെ കിടക്കുക. കൊച്ചമ്മണി അവിടെ കിടന്നുകൊണ്ട് മനസ്സിൽ പറയുക, ദൈവമേ, എല്ലാവർക്കും ഞാൻ പാരവെച്ച് എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഗതിയായി പോയല്ലോ. ഇവിടെ ആരെങ്കിലും എന്നെ കണ്ടുപിടിച്ചാൽ മകൻ്റെ ഭാര്യ വീട്ടിലുള്ള എൻ്റെ സുഖവാസ ജീവിതം ഇന്നത്തോടെ അവസാനിക്കും. ആ അംബിക എന്തെങ്കിലും ഒരു കുതന്ത്രം കാണിച്ച് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ എൻ്റെ ഭഗവാനെ. ഈ സമയം അംബിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, എത്ര കുരുട്ടുബുദ്ധിക്കാരി ആയാലും ആ കൊച്ചമ്മണി എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തതാ. കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യം ആ കൊച്ചമ്മണിയമ്മ നടത്തി തന്നല്ലോ. അങ്ങനെ പ്രണയ ജോഡികളായ രണ്ടുപേരെയും അങ്ങനെ രണ്ടാക്കി മാറ്റി. അപ്പോൾ ഈ ഇത്രയധികം ഉപകാരം ചെയ്ത ആ കൊച്ചമ്മണിയെ രക്ഷിച്ചല്ലേ പറ്റൂ. അയ്യോ, അവരുടെ കാര്യം ഞാനങ്ങ് വിട്ടുപോയല്ലോ, ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അങ്ങനെ ആലോചിച്ചിട്ട് പെട്ടെന്ന് അംബിക രുക്മിണിയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. എന്താ രുക്മിണി, കഴിഞ്ഞതൊക്കെ മറന്ന് ഇങ്ങനെ വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയാൽ മതിയോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ അംബിക പറയുന്നത്? എൻ്റെ മകളാണെങ്കിൽ എനിക്ക് ഒരു സ്വൈരവും തരില്ല. ആ നശിച്ചവൻ, അവൻ തിരികെ വരുമെന്നും പറഞ്ഞ് അവൾ തപസ്സിരിക്കുക. അവനെ കിട്ടുമെന്നും പറഞ്ഞ് അവൾ ഒറ്റക്കാലെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ രമ്യയുടെ ഭക്തി കണ്ട് സംതൃപ്തനായ ബ്രഹ്മാവേ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും രമ്യയ്ക്ക് വേണ്ട വരം നൽകുകയും ചെയ്തു. അങ്ങനെ ഋതികയും രാജുവും തമ്മിൽ ഏറെക്കുറെ തെറ്റി പിരിഞ്ഞിട്ടുണ്ട്. അംബിക ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാനാകാതെ അംബിക ചോദിക്കുക, അയ്യോ അംബിക പറയുന്നത് ഉള്ളതാണോ? പിന്നെ അല്ലാതെ ഞാൻ എന്തിനാ രുക്മിണിയോട് നുണ പറയുന്നത്? എൻ്റെ രുക്മിണി, എനിക്കും രുക്മിണിക്കും രമ്യയ്ക്കും സന്തോഷമുള്ള ഒരു കാര്യം അറിഞ്ഞപ്പോഴേ അത് ഞാനങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാ. എൻ്റെ ദൈവമേ, എൻ്റെയും എൻ്റെ മോളുടെയും പ്രാർത്ഥന നീ കേട്ടല്ലോ എന്നിങ്ങനെ രുക്മിണി പറയുന്നുണ്ട്. എന്നിട്ട് അവളെ ആ ഋതിക ഇപ്പോൾ എവിടെ ഉണ്ട് അംബികെ? അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കരഞ്ഞുകൂവി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. പുറകെ ഇപ്പോൾ അവനും വന്നിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ട് കോംപ്രമൈസ് ഒന്നും നടക്കുന്ന ലക്ഷണമില്ല രുക്മിണി. സംഗതിയൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ് ആണെന്നാ തോന്നുന്നു രുക്മിണി. എൻ്റെ ദൈവമേ, അവരുടെ ഡിവോഴ്സ് ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. രുക്മിണിയുടെ പ്രാർത്ഥന. അങ്ങനെ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അംബിക പറയാം, അതൊക്കെ വളരെ വേഗം തന്നെ നടക്കും രുക്മിണി. അവൻ അവളെ താലി കെട്ടിയെന്നല്ലാതെ അവർ തമ്മിൽ ഫാമിലി ലൈഫൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് രുക്മിണി, ഞാൻ പറഞ്ഞേക്കാം, ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനും രമ്യയായിട്ടുള്ള കല്യാണം നടത്താൻ നോക്കണം. അല്ല അംബികെ, അതിനി അവൻ സമ്മതിക്കുമോ? ചിലപ്പോൾ സമ്മതിച്ചേക്കും രുക്മിണി. ഇത് നല്ല ഒരു സുവർണ അവസരമാണ്. ഈ കൈവന്ന അവസരം രുക്മിണി മുതലെടുത്തോണം. രുക്മിണി ഒരു കാര്യം ചെയ്, ബുദ്ധിപൂർവ്വം ഉണ്ടല്ലോ അവരോടുള്ള ബന്ധം അങ്ങ് പുതുക്കാൻ നോക്ക്. ശരി അംബികെ, ഞാൻ അങ്ങനെ ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ അംബിക പറയുക, ഒരു പക്ഷേ അഥവാ അവനിനി രമ്യ കെട്ടാൻ തയ്യാറായില്ലെങ്കിൽ അവനോട് പ്രതികാരം ചെയ്യാനെങ്കിലും ആകുമല്ലോ, അതിനെക്കുറിച്ചെങ്കിലും ആലോചിക്കുക. ശരി അംബികെ, തന്ത്രപൂർവ്വം ഞാൻ നല്ലതുപോലെല്ലാം ചെയ്തോളാം. പിന്നെ രുക്മിണി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. രാജുവിനെയും ഋതിയെയും തമ്മിൽ പിരിച്ചതേ ആ കൊച്ചമ്മണി അമ്മയുടെ കുരുട്ടുബുദ്ധി കൊണ്ടാ. പക്ഷെ അവരാണെങ്കിൽ ഇപ്പോൾ രാജുവിൻ്റെ മുറിയിലൊന്ന് പെട്ടുപോയി. രുക്മിണി പോയി അവരെ അവിടെ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. അതിനെന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ എന്തൊക്കെയോ അംബിക രുക്മിണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരി അംബിക പറഞ്ഞതുപോലെ ഞാൻ ചെയ്തോളാം. എന്നാൽ ശരി രുക്മിണി, ഫോൺ വെച്ചോളൂ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയമാണെങ്കിൽ രാധമ്മ ഇങ്ങനെ ആകെ ടെൻഷനോടെ ആ ഉമ്മറത്തിരിക്കുക. ദൈവമേ, പോയവരാരും ഇതുവരെയും തിരിച്ചു വന്നില്ലല്ലോ.
അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായെന്നൊന്നും അറിയുന്ന പോലും ഇല്ലല്ലോ. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. സൂക്ഷിച്ച് നോക്കുമ്പോൾ രുക്മിണിയാണ്. ദൈവമേ, ഏതും പോരാത്ത ഈ പെണ്ണുമ്പിള്ളയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഈ രുക്മിണി എന്തോ അറിഞ്ഞിട്ടുള്ള വരവാണെന്നാ തോന്നുന്നത്. അങ്ങനെ രാധമ്മ ഒന്ന് പുഞ്ചിരിച്ചോണ്ട് രുക്മിണിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. രുക്മിണി പെട്ടെന്ന് രാധമ്മയുടെ കൈക്ക് പിടിച്ചിട്ട് ചോദിക്കുന്നു, രാധമ്മ ഒറ്റയ്ക്കേ ഉള്ളോ? മറ്റുള്ളവരൊക്കെ എവിടെ പോയി? രാജുവും ഋതുമോളും ആണെങ്കിൽ വർമ്മ സാറിനെ കാണാൻ പോയി. വേണുവേട്ടനാണെങ്കിൽ അവരെ കാണാനായിട്ട് താണ്ട ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. പിന്നെ രുക്മിണിക്ക് പ്രിയമോളുടെ കാര്യം അറിയാമല്ലോ. പ്രിയ ഇപ്പോൾ ശ്രീമോളുടെ അടുത്താ. ഒന്നും അറിയാത്തവളെ പോലെ രുക്മിണി ചോദിക്കുന്നു, അവരിവിടെ ഇല്ലേ? ആരാ രുക്മിണി? ആ ജയൻ്റെ അമ്മ. അവരവരുടെ വീട്ടിൽ തിരിച്ചു പോയോ? ഏയ്, അവർ പോയിട്ടൊന്നുമില്ല രുക്മിണി. പക്ഷേ ഇന്ന് പകൽ മുഴുവനായിട്ട് അവരെ എവിടെങ്ങും കാണാനില്ല. എവിടെ പോയതാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ രുക്മിണി, വെറുതെ ഇങ്ങോട്ട് വന്നതാണോ? ഓ, എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്ന് പെട്ടെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നതാ. വലിയ മനോവിഷമത്തിലാ രാധമ്മേ ഞാനിപ്പോൾ. എൻ്റെ മക്കൾ രണ്ടുമാണെങ്കിൽ എന്നോട് വലിയ ശത്രുതയിലാണ്. രമ്യയാണെങ്കിൽ ഒരേ ഒരു ഇരിപ്പ, ഒരുമാതിരി കൽപ്രതിമ പോലെ. അവൾ എന്നോടൊന്നും മിണ്ടത്ത പോലുമില്ല. പിന്നെ എൻ്റെ മോനാണെങ്കിൽ എന്നോട് വലിയ ശത്രുതയാണ്. ഞാൻ ആവുന്നത്ര അവനെ വിളിച്ചു നോക്കി. ശ്രീമോളെയും കുട്ടി വീട്ടിലോട്ട് വന്ന് താമസിക്കടാന്ന് പറഞ്ഞു. അവൻ എവിടെ വരാനാ? അവനിനി എന്നെ പറയാത്ത ചീത്തയില്ല. ഒരു മരണവീട് പോലെയാ രാധമ്മേ ഇപ്പോഴെൻ്റെ വീട്. ഞാനാണെങ്കിൽ ഇങ്ങനെ മരിച്ചതിന് തുല്യമായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെന്ന് മാത്രം. രുക്മിണി ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് രാധമ്മ പറയുക, രുക്മിണി വിഷമിക്കാതെ. മനഃപൂർവ്വം അല്ലെങ്കിൽ രുക്മിണിയുടെ ഈ വിഷമത്തിനൊക്കെ ഞങ്ങളും ഒരു കാരണക്കാരായിപ്പോയി. ആ വേദനയൊക്കെ ഞങ്ങൾക്കും ഒരു തീരാവേദന തന്നെയാണ്. അയ്യോ എൻ്റെ രാധമ്മേ, ഞാനിപ്പോഴിങ്ങോട്ട് വന്നത് അതൊക്കെ പറഞ്ഞ് രാധമ്മയെ വിഷമിപ്പിക്കാനോ വഴക്കിടാനോ ഒന്നുമല്ല. ആരോടെങ്കിലുമൊക്കെ എൻ്റെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ എനിക്കൊരല്പം സമാധാനം കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ രാധമ്മേ. രുക്മിണി സമാധാനത്തോടെ ഇരിക്കി എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ രുക്മിണി എന്നിങ്ങനെ രാധമ്മ പറയുക. എൻ്റെ രാധമ്മേ, വീട്ടിലാണെങ്കിൽ ആഹാരം വെച്ചിട്ട് തന്നെ ഇപ്പോൾ 2 ദിവസമായി. എന്തിനാ വെറുതെ വെക്കുന്നത്? ആര് കഴിക്കാനാ? രമ്യയാണെങ്കിൽ ഒന്നും കഴിക്കുന്നില്ല. പിന്നെ ഞാനും ഒന്നും ഉണ്ടാക്കണ്ടെന്നങ്ങ് വെച്ച്. രാധമ്മയോട് പറയാനെ കൊണ്ട് എനിക്കിപ്പോഴാണ് തല കറങ്ങുവാണ് രാധമ്മേ എന്നും പറഞ്ഞ് ഒരുമാതിരി ക്ഷീണത്തോടെ നിൽക്കുവാണ് രുക്മിണി. രുക്മിണിയുടേത് കള്ള അഭിനയമാണെന്ന് മനസ്സിലാകാതെ രാധമ്മ ചോദിക്കുക, അയ്യോ രുക്മിണി, ഞാൻ എന്തെങ്കിലും കുറച്ച് ആഹാരം കൊണ്ടുവരട്ടെ? ഓ, ഭക്ഷണം ഒന്നും വേണ്ട രാധമ്മേ, എനിക്കൊരു ചായ കിട്ടിയാൽ മതിയായിരുന്നു. നല്ല ചൂടോടെ വേണമെന്ന് മാത്രം. അപ്പോൾ രാധമ്മ പറയാം, രുക്മിണിയോട് ഇരിക്കും, ഞാൻ ഇപ്പം തന്നെ ചായ ഉണ്ടാക്കേണ്ടി വരാമല്ലോ എന്നും പറഞ്ഞ് രാധമ്മ അകത്തോട്ട് പോവുകയാണ്. രുക്മിണി ഉടനെ ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് രാജുവിൻ്റെ മുറിയിലോട്ട് ഓടിപ്പോവുകയാണ്. മുണ്ടയ്ക്കലമ്മേ, മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ, ഇങ്ങോട്ട് ഇറങ്ങി വാ. മുണ്ടയ്ക്കലമ്മ പേടിക്കണ്ട, ഞാനാ രുക്മിണിയാ. ഞാനേ അംബിക പറഞ്ഞിട്ടാ വന്നത്. അങ്ങനെ പതുക്കെ കൊച്ചമ്മണിയാ കട്ടിലിനടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, ഇവിടെങ്ങും ആരും ഇല്ലല്ലോ? ഇവിടെങ്ങും ആരുമില്ല, ഒന്ന് വേഗം വന്നേ എന്നും പറഞ്ഞ് കൊച്ചമ്മണിയെ വിളിച്ചോണ്ട് രുക്മിണി പെട്ടെന്ന് വെളിയിലോട്ട് വരുവാണ്. ഞാനേ ആരും ഒന്നും അറിയാത്ത ഭാവത്തിൽ പെട്ടെന്ന് വെളിയിൽ നിന്ന് തിരിച്ചു വരാം എന്നിങ്ങനെ കൊച്ചമ്മണി പറയുവാണ്. എന്നാൽ പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് കൊച്ചമ്മയുടെ കൈക്ക് പിടിച്ചോണ്ട് വരുവാണ് രുക്മിണി. ഈ സമയം നമ്മുടെ വേണുവേട്ടനാണെങ്കിൽ ഇങ്ങനെ ഗേറ്റൊക്കെ കടന്ന് അകത്തോട്ട് കയറി വരിക. അങ്ങനെ വേണുവേട്ടനെ കണ്ട് പെട്ടെന്ന് കൊച്ചമ്മണി ഞെട്ടിയിട്ട് രുക്മിണിയെ പിടിച്ച് മാറ്റി നിർത്തുവാണ്. ആ സമയത്ത് വേണുവേട്ടൻ്റെ ഫോണിലോട്ടൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അങ്ങനെ വേണുവേട്ടൻ ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് രുക്മിണിയും കൊച്ചമ്മണിയും കൂടെ മറഞ്ഞു നിൽക്കുവാണ്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും മുണ്ടയ്ക്കലമ്മേ എന്നിങ്ങനെ രുക്മിണി ചോദിക്കുമ്പോൾ മുണ്ടയ്ക്കലമ്മ പറയുക, ഈ അലവലാതിക്ക് വരാൻ കണ്ടേ ഒരു നേരം. എന്നാലിനി താമസിക്കണ്ട, നിങ്ങൾ പെട്ടെന്ന് അകത്തുള്ള നിങ്ങളുടെ മുറിയിലോട്ട് അങ്ങ് പൊയ്ക്കോ. എന്നിട്ടേ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ വന്നാൽ മതി എന്നിങ്ങനെ രുക്മിണി പറഞ്ഞു കൊടുത്ത് കൊച്ചമ്മണിയെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന കൊള്ളാം, ഒരു കാര്യം ശ്രദ്ധിച്ചോണം, അവിടെ രാധമ്മയുണ്ട്, സൂക്ഷിച്ച് വേണം നിങ്ങൾ പോകേണ്ടത് കേട്ടോ എന്നിങ്ങനെ രുക്മിണി വിളിച്ച് പറയുന്നുമുണ്ട്. രുക്മിണി അങ്ങനെ വലിയ ക്ഷീണം അഭിനയിച്ച് ആ സോഫയിലോട്ട് ഇരിക്കുവാണ്. അപ്പോൾ വേണുവേട്ടൻ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രുക്മിണി തലയ്ക്ക് കൈയൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുന്നത്? രുക്മിണി പലിശയ്ക്ക് കാശ് കൊടുത്ത് ആരെങ്കിലും തട്ടിപ്പോയോ? ഓ, അങ്ങനെയൊന്നും അല്ല വേണുവേട്ട, എൻ്റെ സങ്കടം ഓർത്ത് ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്നു പോയതാ. ഇനി ഞങ്ങൾക്കിട്ട് വലിയ പുതിയ വല്ല വേലയായിട്ട് ഇറങ്ങിയതാണോ രുക്മിണി എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുന്നു. എന്താ വേണുവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ വഴക്കുകളും ഒക്കെ ഉണ്ടായി, അതൊക്കെ സത്യവാ എന്ന് കരുതി ജീവിതകാലം മുഴുക്കി ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റുമോ? രുക്മിണി പറഞ്ഞ ആ ഒരു കാര്യം ശരിയാ. ഞങ്ങൾക്കാണെങ്കിൽ ആരോടും ഒരു പിണക്കവും ഇല്ല. എല്ലാവരോടും സ്നേഹിച്ചും സഹകരിച്ചും പോകണമെന്ന് തന്നെ ആഗ്രഹം. പിന്നെ ഒരു കാര്യം, വിളച്ചിലും കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാൽ അതങ്ങോട്ട് വിട്ടു കൊടുക്കത്തതുമില്ല. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഇനി പറയേണ്ടതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? രുക്മിണി എന്തിനാ നിൽക്കുന്നേ? രുക്മിണി അവിടെ ഇരിക്കും. വേണ്ട വേണുവേട്ടാ, ഞാനിവിടെ നിന്നോളാം.
ഈ സമയം ചായയും പലഹാരവും ഒക്കെ ആയിട്ട് നമ്മുടെ രാധമ്മ അങ്ങോട്ട് വരുവാണ്. രാധമ്മയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് രുക്മിണി പറഞ്ഞ്, അയ്യോ എനിക്ക് ചായ മാത്രം മതി, പലഹാരം ഒന്നും വേണ്ട. സാരമില്ല രുക്മിണി, എന്തെങ്കിലും ഒന്ന് കഴിക്ക് എന്നും പറഞ്ഞ് ചായയൊക്കെ കുടിപ്പിക്കുവാണ് രാധമ്മ. ആ സമയത്ത് ഗേറ്റ് കടന്ന് വരുവാണ് നമ്മുടെ കൊച്ചമ്മണി. അതാരാ നിലാവത്ത് കോഴി ഇറങ്ങി നടന്നു വരുന്ന പോലെ? അത് നമ്മുടെ മുണ്ടയ്ക്കലമ്മയല്ലേ? അപ്പോൾ കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് പറയാം, കോഴിയല്ല കൊളക്കോഴിയായി ഇറങ്ങി വന്നത്. രുക്മിണി അങ്ങോട്ടൊന്ന് മാറി നിന്നേ, ഞാനൊന്ന് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അവിടെ ചെയറിലിരിക്കുവാണ്. രാധമ്മ കൊച്ചമ്മണിയോട് ചോദിക്കുക, നിങ്ങളിത് എവിടെ പോയിരുന്നോ അമ്മേ? ഞങ്ങൾ ഒരുപാട് പേടിച്ചു പോയല്ലോ. രാധമ്മ ആദ്യം എനിക്ക് കുറച്ച് വെള്ളം എടുക്ക്, എന്നിട്ട് ഞാൻ പോയ സ്ഥലത്തെക്കുറിച്ചൊക്കെ പിന്നെ പറയാം. അങ്ങനെ രാധമ്മ വെള്ളം എടുക്കാനായിട്ട് അകത്തോട്ട് പോകുമ്പോൾ വേണുവേട്ടൻ പറയുന്നു, അല്ല നിങ്ങൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി ജയൻ്റെ അമ്മേ? ആരെങ്കിലും നിങ്ങളെ ഇട്ട് ഓടിച്ചോ? എന്നെ ആരും ഒട്ട് ഓടിച്ചിട്ടുമില്ല, ഞാനിട്ട് ഓടത്തതുമില്ല. ഞാനേ വെറും കൊച്ചമ്മണിയല്ല, തുമ്പോലാർച്ചയുടെയും ഉണ്ണിയാർച്ചയുടെയും പിൻഗാമിയാ. ഓ കൊച്ചമ്മണി ആർച്ച എന്നിങ്ങനെ വേണുവേട്ടൻ കളിയാക്കുന്നുണ്ട്. ഈ സമയം വെള്ളം കൊണ്ട് കൊടുത്തിട്ട് രാധമ്മ ചോദിക്കും, അമ്മേ സത്യം പറയാമേ, അമ്മ എവിടെ പോയതാ? കൊച്ചമ്മണി കുറച്ച് ഗമയൊക്കെ കാണിച്ചിട്ട് പറയുക, ഞാൻ ഉള്ളത് പറയാലോ, വലിയ വലിയ ആൾക്കാരുമായിട്ടല്ലേ എൻ്റെ ഇപ്പോഴത്തെ സഹവാസം. മന്ത്രിമാര്, സിനിമാ നടന്മാര്, സീരിയൽ നടീനടന്മാര്. അപ്പോഴെൻ്റെ പേരങ്ങ് മാറ്റണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ പേര് മാറ്റണമെങ്കിൽ ഗസറ്റിൽ പരസ്യം കൊടുക്കണമെന്ന് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് മാറ്റാൻ വേണ്ടി ഞാൻ ഗസറ്റിൽ പരസ്യം കൊടുക്കാൻ വേണ്ടി പോയതാ. അപ്പോഴമ്മയുടെ പുതിയ പേരെന്താ എന്നിങ്ങനെ രാധമ്മ ചോദിക്കുമ്പോൾ കൊച്ചമ്മണി പറയാം, നയൻതാര. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞത് കേട്ട് അവരെല്ലാവരും കൊണ്ട് ചിരിക്കുവാണ്. വേണുവേട്ടൻ ചിരിച്ചോണ്ട് പറയുക, അതിനേക്കാളൊക്കെ എത്രയോ നന്നായിരുന്നു വികൃതകുമാരി എന്നിട്ടായിരുന്നെങ്കിൽ. അതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേന്. അപ്പോൾ കൊച്ചമ്മണി പറയാം, വികടകുമാരനും കൊള്ളാം, അങ്ങനെ ആ പേര് അച്ഛനങ്ങ് ഇട്ടാ മതി എന്നും പറഞ്ഞിട്ട് കൊച്ചമ്മണി അകത്തോട്ട് പോവുക. രുക്മിണി വന്ന കാര്യം നടന്നല്ലോ. അപ്പോൾ രുക്മിണി ഒരു അഭിനയത്തോടെ പറയാം, ഞാൻ സങ്കടപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ, എന്തായാലും ആ സങ്കടമൊക്കെ അങ്ങ് മാറി. എന്നാലിനി ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ രാധമ്മേ എന്നിങ്ങനെ രുക്മിണി യാത്ര ചോദിച്ച് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ രുക്മിണി അവിടുന്ന് പോയതിന് ശേഷം പെട്ടെന്ന് രാധമ്മ വേണുവേട്ടനോട് ചോദിക്കുന്നു, വേണുവേട്ട പിള്ളേരുടെ കാര്യം എന്തായി? ആകെ പ്രശ്നമായിരിക്കുവാടി, ആ കുട്ടി രാജുനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും വേണുവേട്ട? എങ്ങനെയാ ഋതുമോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? എനിക്കൊന്നും അറിയില്ലടി രാധമ്മേ, പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങൾ തന്നെയാ. എൻ്റെ ദൈവമേ, എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ തരുന്നത് എന്നും പറഞ്ഞ് രാധമ്മ വിഷമിക്കുവാണ്. എന്നും ഇങ്ങനെ കരയാനാണല്ലോ ഞങ്ങളുടെ വിധി. നടന്നതെല്ലാം ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഋതിക. ആ സമയത്ത് ഋതിക ഓർക്കുന്നുണ്ട് രാജുവുമായിട്ടിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച്. ഞാൻ വിചാരിച്ച ആളല്ല രാജു, ചതിയനാണ് രാജു എന്നിങ്ങനെ മനസ്സിൽ പറയുവാണ് ഋതിക. ഈ സമയം രാജുവാണെങ്കിൽ ഋതികയുടെ റൂമിൻ്റെ വാതിലിങ്ങനെ തുറന്നു നോക്കിയിട്ട് അങ്ങ് പോകാനായിട്ട് ഒരുങ്ങുമായിരുന്നു. രാജുവിനെ കണ്ടുകൊണ്ട് ഋതിക പറഞ്ഞു, നിൽക്കവിടെ എന്നിങ്ങനെ പറയുവാണ്. ഈ സമയം ദീപക്കാണെങ്കിൽ ഓടിപ്പോയി അംബികയോട് പറയുവാണ്, അമ്മേ അവനെ ആ രാജുവാണെങ്കിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഋതികയുടെ റൂമിലോട്ട്. രണ്ടുപേരും തമ്മിലുള്ള അടി നമുക്ക് ഇപ്പം കാണാം. എടാ മോനെ, ഇതൊക്കെ കാണാനല്ലയോടാ നമ്മൾ ഈ കാശൊക്കെ മുടക്കുന്നത്. എന്നാലും ആ കിളവി ആള് കൊള്ളാലോ. കുഞ്ഞമ്മണിയല്ല കൊച്ചമ്മണി. അങ്ങനെ ഋതികയുടെ റൂമിന്റെ പുറത്തു നിന്ന് അകത്തെ സംസാരമൊക്കെ ശ്രദ്ധിക്കുവാണ് അംബികയും ദീപക്കും. ഋതിക രാജുവിനോട് ചോദിക്കുക, എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അഫെയർ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? മാഡം ഞാൻ പറയുന്നുവെന്ന് കേക്ക്, ഞാൻ പറയുന്നതിന് ആൻസർ നിങ്ങൾ ആദ്യം പറ എന്നിങ്ങനെ ഋതിക ദേഷ്യത്തോടെ പറയുക. എനിക്കതിൻ്റെ ആൻസർ കിട്ടണം, അത് കേട്ടിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് ഇവിടുന്ന് വിടും. എന്ന് തൊട്ടാ നിങ്ങൾ തങ്ങളിൽ പരിചയം? നിങ്ങൾ എൻ്റെ ബോഡി ഗാർഡായിട്ട് നടക്കുമ്പോഴും നിങ്ങൾക്ക് അവളുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നോ? അതെന്തുകൊണ്ടാണ് എന്നോട് പറയാഞ്ഞത്? നിങ്ങളത് അന്നേ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അന്നേ വഴിമാറി തരുമായിരുന്നല്ലോ. അത് കേട്ടിട്ട് രാജു പറയാം, മാഡം ഞാൻ പറയുന്ന ഒന്ന് ക്ഷമയോടെ കേൾക്ക്. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറ. മറ്റൊരു പെണ്ണിനൊപ്പം നിങ്ങൾ ഭർത്താവിനെ പോലെ ജീവിക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനെന്നെ കല്യാണം കഴിച്ചു? എന്നെക്കാളറെ എന്താണ് നിങ്ങൾ അവളിൽ കണ്ടത്? നിങ്ങൾ എന്തിനാ എൻ്റെ ജീവിതം തകർത്തത്? എനിക്കതാ ഇപ്പോൾ അറിയേണ്ടത്. അത് കേട്ടിട്ട് രാജു പറയുക, മാഡം ഞാൻ പറയുന്നത് മാഡം സ്വസ്ഥതയോടൊന്ന് കേൾക്കണം. ഞാൻ കേൾക്കുന്നില്ല. രാജു പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. മാഡം വിശ്വസിക്കണം. മാഡം വിശ്വസിച്ചില്ലെങ്കിലേ നമ്മൾ തമ്മിലുള്ള ലൈഫ് തകരും. നമ്മൾ തമ്മിൽ ലൈഫോ? എന്ത് ലൈഫാ രാജു? മറ്റൊരു പെണ്ണിനെ ഭാര്യയാക്കി വെച്ചോണ്ട് എന്നെ ചതിച്ച നിങ്ങളെ ഞാൻ എന്താ നിങ്ങളെ ചെയ്യേണ്ടത്? മാഡം ചതിച്ചെന്നോ? ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഹൃദയം തുറന്നാണ് സംസാരിക്കുന്നത്. മാഡത്തിനോടല്ലാതെ എനിക്ക് മറ്റ് യാതൊരു പെണ്ണുമായിട്ടും യാതൊരു ബന്ധവും ഇല്ല. എന്താ രാജു, ആ ലെറ്ററിൽ കൂടെ നിങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ രാജു ഇപ്പോൾ അത് മാറ്റി പറയുന്നത്? എൻ്റെ മാഡം, ആ ലെറ്റർ ഞാൻ എഴുതിയതല്ല, അത് ചതിയാ.
അത് കേട്ടിട്ട് ഹൃദയ ചോദിക്കുക, ചതിയോ? ചതിച്ചത് നിങ്ങളാ. ഇതെല്ലാം കേട്ടിട്ട് അംബിക ദീപക്കിനോട് പറയുക, ഇപ്പോഴേ ഇതിന് വേണ്ട ഇടയ്ക്കുള്ള പണി ഇപ്പം തന്നെ കൊടുക്കണം. ഒരാൾ മറ്റൊരാളെ കൊല്ലണമെങ്കിൽ ആ പണി ഇപ്പം തന്നെ കൊടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ അംബിക പെട്ടെന്ന് കൊച്ചമ്മണിയുടെ ഫോണിലോട്ട് വിളിക്കുവാണ്. ആ കോള് കണ്ടിട്ട് കൊച്ചമണി പറയാം, ഓ ആ പാൽക്കാരി അംബികയാണല്ലോ. കൊച്ചമണി അങ്ങനെ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അംബിക പറയുക, ഞാനാ മുണ്ടക്കലമ്മേ. എന്താ അംബികെ, അവളെവിടെ? മുങ്ങിച്ചത്തോ? ഇല്ല മുണ്ടക്കലമ്മേ, ഇവിടെ അടി നടക്കുന്നതേ ഉള്ളു. എന്നാലേ അടിച്ച് പിരിയും. അത്തരത്തിലുള്ള ബോംബല്ലേ ഞാൻ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തത്. ഇവിടെ അവരുടെ മുറിക്കകത്തെ വഴക്കിങ്ങനെ കൊടുമ്പിരി കൊള്ളുക. അവര് തങ്ങളിലിപ്പോൾ തല്ലി പിരിയണമെങ്കിൽ ആ റിയ എന്ന പ്രയോഗം ഒന്നുകൂടി കൊടുക്കണം. അംബിക അങ്ങനെ കൊച്ചമ്മണിയോട് പറയുന്നത് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് ദീപക്ക്. അങ്ങനെ രാജുവും ഹൃതികയും തല്ലിപ്പിരിയുമല്ലോ എന്നുള്ള ഓർത്ത സന്തോഷത്തിലാണ് അമ്മയും മോനും നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവും ഹൃതികയും സംസാരിക്കുമ്പോൾ അവസാനം സംസാരത്തിനിടയിൽ കൊച്ചമ്മണി വീണ്ടും റിയയുടെ പേരിൽ ഫോൺ ചെയ്യുമെന്ന് തോന്നുന്നു. ആ ഫോൺ കോൾ കാണുമ്പോൾ ഹൃതിക വീണ്ടും സംശയിക്കും. രാജു എങ്ങനെ സത്യാവസ്ഥ ഹൃതികയെ പറഞ്ഞ് മനസ്സിലാക്കും എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.